നിങ്ങളുടെ MP-മാർ വൻ ഭൂരിപക്ഷത്തോടു കൂടി ജയിച്ച് ഇന്ത്യൻ പാർലമെൻറ്റിലേക്ക് പോയി. ആ ഇന്ത്യൻ പാർലമെൻറ്റിൽ 5 കൊല്ലക്കാലം കസേരയിരിക്കുമ്പോൾ ഇന്ത്യയുടെ മർമ്മപ്രധാനമായ വ്യവസായശാലകൾ സ്വകാര്യവൽക്കരിക്കുമ്പോൾ ഒരക്ഷരം മിണ്ടിയില്ല. പെട്രോളും ഡീസലിലും വില നിശ്ചയിക്കാനുള്ള കോർപ്പറേറ്റുകൾക്ക് അവകാശം കൊടുക്കുമ്പോൾ നിങ്ങളൊന്നും മിണ്ടിയില്ല. നമ്മുടെ രാജ്യത്തിൻ്റെ 6 വിമാനത്താവളങ്ങൾ സ്വകാര്യവൽക്കരിക്കുമ്പോൾ, കൽക്കരി ഖനികൾ സ്വകാര്യവൽക്കരിക്കുമ്പോൾ, ധാതുഗതല മേഖല സ്വകാര്യവൽക്കരിക്കുമ്പോൾ, നമ്മുടെ രാജ്യത്ത് സ്വകാര്യവൽക്കരണത്തിനോ കോർപ്പറേറ്റുകൾക്കോ അധികാരം നൽകുമ്പോൾ നിങ്ങളൊന്നും മിണ്ടിയില്ല. കാരണം എന്താ? നിങ്ങൾ കൊണ്ടുവന്ന പദ്ധതി ISR ആയപ്പോലും നമ്മുടെ രാജ്യത്ത് അംബാനിക്കും അദാനിക്കും എഴുതി കൊടുത്തു. അദാനിയും അംബാനിയും റോക്കറ്റ് വിക്ഷേപണം നടത്തുന്ന സുന്ദരമോഹന ദിവസം സ്വപ്നം കണ്ട് നടക്കുകയാണ്. ഇയാളുടെ മോദി അതിന് കൂട്ടി നിൽക്കുകയാണ്. മേൽച്ചുണ്ടും കീഴ്ച്ചുണ്ടും തുന്നിക്കൂട്ടി പ്രതാപനും നിങ്ങളുടെ രമ്യ ഹരിദാസും നിങ്ങളുടെ ഭീഷ്മാചാര്യനായിട്ടുള്ള K. സുധാകരനും ഇരുന്നില്ലേ ഇന്ത്യൻ പാർലമെന്റിൽ? മറുപടിയുണ്ടോ? പ്രതാപന് സീറ്റ് കൊടുക്കാഞ്ഞത് വേറൊന്നുമല്ല, പ്രതാപൻ ഇവിടെ തോൽക്കുമെന്നറിയാം. സീറ്റ് കൊടുക്കാഞ്ഞത് അവിടെയും തോൽക്കുമെന്നറിയാം. പ്രതാപനേക്കാൾ വളരെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവരണമെന്ന് തീരുമാനിച്ചു. അതിന്റെ ഭാഗമായിക്കൊണ്ട് TN പ്രതാപനെ മാറ്റി K. മുരളീധരനെ വന്നു എന്ന് മാത്രമല്ല, തൃശൂർ ജില്ലയിലെ തൃശൂർ പാർലമെന്റ് നിയോജകമണ്ഡലത്തിലെ മുഴുവൻ വോട്ടർമാരും അത് ഏറ്റെടുക്കുകയും ഒരു രാഷ്ട്രീയ ബോംബിംഗ് തന്നെയായിരുന്നു അദ്ദേഹം ഇവിടെ വന്ന്. നമ്മുടെ രാജ്യം വിറ്റുകൊണ്ടിരിക്കുകയാണ്. നരസിംഹറാവുവിൻ്റെ കാലത്ത് 2000 കോടി രൂപയുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റു. അരുൺ ഷൂരി വിൽപ്പന മന്ത്രിയായപ്പോൾ 5600 കോടി രൂപയുടെ വിറ്റു. ഇപ്പോൾ ഒരു വർഷം വിൽക്കുന്നത് 51,000 കോടി രൂപയുടെ പൊതുമേഖലയാണ് വിറ്റുകൊണ്ടിരിക്കുന്നത്. ഞാനിവിടെ ശ്രീകുമാറിനോട് ചോദിക്കുന്നു, ഈ വിൽപ്പനയെ എതിർക്കാൻ ഉള്ള നയം കോൺഗ്രസിനുണ്ടോ? ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തുകൊണ്ട്? നിങ്ങളാണ് തുടങ്ങി വെച്ചത്. നിങ്ങളെക്കാൾ വേഗതയിൽ ശക്തിയിൽ അത് BJP നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് മിണ്ടാട്ടമില്ല. ഇവിടെ മറ്റൊരു കാര്യം പറഞ്ഞു, പാർലമെൻറ്റിൽ മുരളീധരനായാലും പ്രതാപനായാലും ഈ നയങ്ങളോട് എടുത്തിരുന്ന നിലപാട് സോഫ്റ്റായിരുന്നു. ഇപ്പോൾ NIA ഭേദഗതി നിയമം വന്നു, കോൺഗ്രസ് അതിൻ്റെ കൂടെയാണ് നിന്നത്. ദേശീയ അന്വേഷണ ഏജൻസിക്ക് അമിതാധികാരം നൽകുന്ന നിയമത്തെ എതിർക്കാൻ കോൺഗ്രസ് പാർട്ടിക്ക് കഴിഞ്ഞില്ല. അത് പ്രതാപനായാലും കഴിഞ്ഞില്ല, മുരളീധരനായാലും ശശി തരൂരായാലും കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് നിങ്ങളുടെ നയം ഈ തെരഞ്ഞെടുപ്പിൽ ഇതെല്ലാം ജനം വിലയിരുത്തും.